നിലമ്പൂരിലേക്കാണ് കെ.സി. വേണുഗോപാൽ അവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു. അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും സംശയം വേണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കില്ല എന്ന് വരുത്തും. കാരണം കേന്ദ്രത്തിന്റെ മോഡി സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, സങ്കടങ്ങൾ, അവക്ക് പരിഹാരം തേടിയുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട നിർണായക നാഴികക്കല്ലാണ്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലം, നിങ്ങൾക്ക് പലപ്പോഴും പ്രളയം കൊണ്ടും കോവിഡ് കൊണ്ടും ഒക്കെ തന്നെ ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പിക്കാൻ ശ്രമം നടത്താൻ സാധിച്ചിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷേ ആ യഥാർത്ഥ പ്രശ്നങ്ങൾ കുന്നുകൂടി ജനങ്ങൾക്ക് സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം നിൽക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ. ഈ സർക്കാരിൽ നിന്നൊരു മോചനം വേണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട്. പുറത്തു പറയാൻ പേടിയായിരിക്കും. ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നാഴികക്കല്ലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ പോരാട്ടം ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെ LDFും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ വഴിതിരിച്ചുവിടാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നതാണ്. അതിന് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാപ്പൂട്ടി, ഞാൻ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിലമ്പൂരുകാർക്കും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. ബാപ്പൂട്ടിക്ക് ഒരു വോട്ട് ഈ മണ്ണിൽ, ഈ നാടിൽ ഒറ്റക്കായിരിക്കില്ല. ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് ഈ മണ്ഡലത്തിന് MLA ആയാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ UDF നിര ഒറ്റക്കെട്ടായി നിലമ്പൂരുകാരോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പൂട്ടിയെ മുനിസിപ്പൽ ചെയർമാൻ എന്നതിൽ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻമാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ബാപ്പൂട്ടി. എനിക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എല്ലാ മേഖലകളിലും, മലയോര മേഖലകളിലും, എല്ലാ മേഖലകളിലെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബാപ്പൂട്ടിയെ, ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഈ നാട്ടിലെ മാറ്റത്തിന് നാന്ദി കുറിക്കാൻ നിലമ്പൂരുകാർക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.